ഞാൻ അവളെ റീത്ത എന്ന് വിളിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഒറ്റ വാക്കിൽ അവളുടെ കഥ പറയാം. ബാല്യകാലത്തിലെ അമ്മ നഷ്ടമായി. അച്ഛനും കൗമാരകാലം എത്തുന്ന സമയത്ത് ആത്മഹത്യയുടെ വഴിയെ പോയി. ജീവിതത്തിൻ്റെ വല്ലാത്തൊരു ഘട്ടത്തിൽ ഒരു രാത്രിയിൽ അവൾ തൻ്റെ ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതിയത്രേ, ഞാനിപ്പോൾ ഒന്നുമില്ലാതെ ഇരിക്കുന്നു, പക്ഷെ ദൈവമേ നീ മാത്രമാണ് എനിക്കുള്ളത്, ദയവായി എനിക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യുക. പ്രാർത്ഥിക്കാൻ ത്രാണിയില്ലാതെ അല്പമാത്രം വെളിച്ചത്തിലിരുന്ന് എഴുതി വെച്ച വാക്കുകളെ ഒരു ബുക്കിൽ അവശേഷിപ്പിച്ചിട്ട് അവൾ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ അവൾ എഴുതിയ കത്തിന് മറുപടിയുമായി ദൈവം ഒരാളെ അവളുടെ ജീവിതത്തിലേക്ക് അയച്ചു എന്നതാണ് അത്ഭുത സത്യം. അതുവഴി കടന്നു പോകുന്ന ഒരു മിഷൻ ടീമിൻ്റെ വാഹനം ഓടിക്കുന്ന ഒരു ദൈവദാസന് ആ വഴി തങ്ങളുടെ വാഹനവുമായി കടന്നു പോകണമെന്ന് തോന്നി. വണ്ടി അതുവഴി കടന്നു പോകുന്ന മാത്രയിൽ ആ വീട്ടിൽ കയറണമെന്ന് ആരോ അയാളെ നിർബന്ധിച്ചു. വണ്ടി ഒതുക്കിയിട്ട് ആ വീട്ടിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് അയാൾ തീരുമാനിക്കുകയാണ്. റീത്തയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ദൈവദാസൻ മുഖാന്തരം അവളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാണ് ഉണ്ടാകുന്നത്. സാഹചര്യങ്ങൾ, അവസ്ഥകൾ ചോദിച്ചറിഞ്ഞു. ഉപരിപഠനത്തിനൊക്കെ വേണ്ടതായ സഹായങ്ങൾ ചെയ്തു. ജീവിതത്തിൽ നല്ലൊരു നിലയിലേക്ക് കരകയറി പോകുവാനുള്ള എല്ലാ വാതിലുകളും അവിടെ വെച്ച് തുറക്കപ്പെട്ടു. ദൈവം പ്രാർത്ഥനകൾക്ക് മറുപടി തരുമോ, ചോദ്യങ്ങൾക്ക് ഉത്തരം തരുമോ എന്നുള്ളത് ഇന്നും പലരും ചോദിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉത്തരങ്ങൾ അർഹിക്കുന്നുണ്ട്. ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയുടെ മുഖത്തിൽ ദൈവത്തിൻ്റെ പുഞ്ചിരി നിങ്ങളെ തേടി വരുമെന്നുള്ളത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. എത്ര പ്രതീക്ഷയില്ലാത്ത വഴികളിലും നിങ്ങൾക്ക് വേണ്ടി വളയം തിരിക്കുന്ന കൈകൾ ഇന്ന് ഈ പ്രപഞ്ചത്തിലുണ്ട്. അത് നിങ്ങളുടെ വിലാസം തേടി തക്ക സമയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും. ബിസിനസ് മാനേജ്മെൻറ്റ് രംഗത്തെ പഠനത്തിന് ശേഷം കൗൺസിലിങ്ങിലും ബിരുദം നേടിയവൾ ഇന്ന് തകർന്നുപോയ അനേകരുടെ ജീവിതത്തെ പ്രചോദനകരമായ വാക്കുകൾ പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ദൈവവേലയിൽ വ്യാപൃതിയായിരിക്കുകയാണ്. റീത്തയുടെ ദൈവം നിങ്ങളുടെയും ദൈവമാണ്. നിങ്ങളുടെ കയ്യിലൊന്നുമില്ലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൻ്റെ കൈകളിൽ നിങ്ങൾക്ക് തരാനുള്ളതെല്ലാം ഉണ്ട്.